അത്രയുള്ള അതിനകത്ത് വ്യത്യാസം. ഞാൻ കുറച്ച് ലേറ്റായിട്ട് കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെറുതോ നീ വലുതോ ആവുന്നില്ല. ഞാനിത് ഒരു 10 പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കാണാത്ത ഒരു 10 പേരിലേക്ക് സിനിമ എത്തിക്കുന്നുണ്ട്. മലയാളത്തിലെ ഹാപ്പി എൻഡിങ്ങുള്ള ഒരു പഴയ 3 സിനിമകളുടെ പേര് ഞാൻ പറയാം. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും, എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമകളും ആയിരിക്കും ഇത്. ഒന്നാമത്തെ സിനിമ ബന്ധുക്കൾ ശത്രുക്കൾ. ഈ സിനിമ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ക്യാരക്ടറിൽ തുടങ്ങിയിട്ട് ജഗദീഷ് ശ്രീകുമാറിൻ്റെ ക്യാരക്ടറിൽ തന്നെ അവസാനിക്കുന്ന ഒരു പടമാണ്. ജഗതിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് റോളുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പക്ഷേ ആ സിനിമയുടെ എല്ലാം ജഗതി തന്നെയാണ്. അതിനകത്ത് മുകേഷ്, ജയറാം, നരേന്ദ്രപ്രസാദ്, തിലകൻ, അങ്ങനെ കുറേ, വിജയരാഘവൻ, രോഹിണി, അങ്ങനെ കുറേ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. വളരെ ഗംഭീര സിനിമയാണ്. ഭയങ്കര ഫീൽ ഗുഡ്, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ക്ലൈമാക്സിൽ കിട്ടിയൊരു പടമാണ് ബന്ധുക്കൾ ശത്രുക്കൾ. യൂട്യൂബിൽ കിടപ്പുണ്ട്. രണ്ടാമത്തെ സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അതും ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം സാമ്പത്തികമുള്ളൊരു കുടുംബത്തിലെ ലേസി ആയിട്ടൊരു മകൻ പ്രത്യേക സാഹചര്യത്തിൽ ഒരു താഴ്ന്ന ജാതിയിൽ അത്യാവശ്യം സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു സ്ത്രീനെ കല്യാണം കഴിക്കേണ്ടി വരുന്ന വഴി അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. എന്നിട്ട് അയാളുടെ സ്ട്രഗിളും ഒരു കംബാക്കും അങ്ങനത്തെ ഒരു സ്റ്റോറി പറയുന്നൊരു കഥയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. തിലകൻ ജയറാം കോംബോ ഇത്രയും ഗംഭീരമായിട്ട് വേറൊരു സിനിമയ്ക്കകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സിനിമയാണ്. ഞാൻ എപ്പോൾ വന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുന്നൊരു സിനിമയാണ്. യൂട്യൂബിലും ഇടയ്ക്കിടയ്ക്ക് വെറുതെ പോയിരുന്ന് കണ്ട് സമയങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. മൂന്നാമത്തെ സിനിമ അച്ചുവേട്ടൻ്റെ വീട്. ഈ സിനിമ മോസ്റ്റ്ലി അങ്ങനെ ആൾക്കാർ പറഞ്ഞ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പഴയ പടമാണോ? ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേനും നീ ഈ സിനിമയൊക്കെ ഇപ്പോഴാണ് കാണുന്നത്, നീയൊക്കെ വള്ളി നിൽക്കറിട്ടുന്ന ടൈമിൽ ഞാൻ ഈ സിനിമ കണ്ടാന്നൊക്കെ പറഞ്ഞ് ചിലർ കമൻറ്റ് ഇട്ടുണ്ട്. നിങ്ങൾ കുറച്ച് നേരത്തെ ആ സിനിമ കണ്ടു, അത്രേ ഉള്ളൂ. അത്രയുള്ള അതിനകത്ത് വ്യത്യാസം. ഞാൻ കുറച്ച് ലേറ്റായിട്ട് കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെറുതോ നീ വലുതോ ആവുന്നില്ല. ഞാനിത് ഒരു 10 പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കാണാത്ത ഒരു 10 പേരിലേക്ക് സിനിമ എത്തിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ. മൂന്നാമത്തെ സിനിമ അച്ചുവേട്ടൻ്റെ വീട്. കിടിലൻ പടമാണ്. ഒരു വീട് വെക്കണമെന്ന് സ്വപ്നമായിട്ട് നടക്കുന്ന ഒരു നെടുമുടിയുടെ ക്യാരക്ടർ. അത്യാവശ്യം ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട് പുള്ളിയും ഒരു 2 മക്കളും ഭാര്യയുള്ളൊരു ചെറിയ കുടുംബം. വാടക വീട്ടിൽ താമസിക്കുന്നു. ബാലചന്ദ്രമേനോനാട്ടോ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്, എഴുതിയേക്കുന്നതും എഡിറ്റ് ചെയ്തേക്കുന്നതും പുള്ളി തന്നെയാണ്. അത്യാവശ്യം ഒരു നല്ല ഒരു ഫീൽ ഗുഡ് പടമാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു പോകണം. ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടൊരു സിനിമയാണ്. പക്ഷേ ലാസ്റ്റ് നമുക്ക് അത്യാവശ്യം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു പടമാണ്. അപ്പോൾ ഈ സിനിമയും കാണാത്തവർ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണം. ഒന്നാമത്തെ സിനിമ ബന്ധുക്കൾ ശത്രുക്കൾ, രണ്ടാമത്തെ സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, മൂന്നാമത്തെ സിനിമ അച്ചുവേട്ടൻ്റെ വീട്. 3ഉം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇനി ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി.